എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ മൺസൂണൊക്കെ ഇങ്ങ് വന്ന് നല്ല ശക്തമായിട്ടുള്ള രീതിയിലുള്ള മഴയും റെഡ് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങളൊക്കെ ഈ സമയത്ത് എന്തെടുക്കുമായിരിക്കും? ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പുതച്ചു മൂടി വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ മഴയത്ത് ജോലിക്ക് പോവുകയായിരിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇല്ലിക്കലിൻ്റെ ടോപ്പിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു കിടിലൻ ക്ലൈമറ്റിൽ ഇതിൻ്റെ ടോപ്പിലത്തെ പെരുമഴയും കാറ്റും കോടയൊക്കെ ആയിട്ട് വളരെ ഒരു ഭീകരമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ. അതുകൊണ്ട് ഇന്നത്തെ ഒരു യാത്ര സാധാരണമായിട്ടുള്ള ഒരു യാത്രയല്ല. നല്ല കനത്ത മഴയും ശക്തമായിട്ടുള്ള കാറ്റും ഒക്കെയാണ് ഞങ്ങളെ വരവേറ്റത്. ഇല്ലിക്കലിൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കണ്ടല്ലോ. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. പുറത്ത് ഇത്രയും പെരുമഴയും റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു യാത്ര പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണെങ്കിലും റിസ്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ യാത്രകളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകളും കുറേ അനുഭവങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ നമ്മൾ മഴയത്ത് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് യാത്ര പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇവിടെ എത്തുന്നിടം വരെ നിൽക്കാത്ത മഴയായിരുന്നു. പോകുന്ന വഴിയിലൊന്നും ഒരു മനുഷ്യനെ പോലും കാണാനില്ല. അങ്ങ് ദൂരെ ഇല്ലിക്കലിൻ്റെ ഭാഗമാണ് കാണുന്നത്. അപ്പം കംപ്ലീറ്റ് കോട കയറി കിടക്കുകയാണ്. നമ്മളിവിടെ വന്നപ്പോഴങ്ങനെ സാധാരണ രീതിയിൽ കാണുന്ന തിരക്കൊന്നുമില്ല. വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ പാർക്കിങ്ങിലുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ജീപ്പൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോവാണ്. ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് നേരത്തെ ഞങ്ങൾ 2 വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ പോലെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് വരെ നമ്മുടെ വണ്ടിയായിട്ട് പോകാൻ ഇപ്പോൾ പറ്റത്തില്ല. ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് DTPCയുടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ പാസ്സൊക്കെ എടുത്തിട്ട് അതിൽ വേണം മുകളിലേക്ക് പോകുവാനായിട്ട്. ഇതുണ്ടോ, നമ്മളെപ്പോലെ തന്നെ മഴയൊക്കെ നനഞ്ഞിട്ട് ഇല്ലിക്കല്ല് കാണാൻ വന്നിരിക്കുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുപോലത്തെ കാലാവസ്ഥയൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ്. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തിരക്കായിട്ട് ഇവിടെ മര്യാദയ്ക്ക് ഒന്നൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകൾ, അതുപോലെ തന്നെ മഴയത്ത് ഇതിൻ്റെ ഒരു ഭീകര രൂപമൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ DTPCയുടെ അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് ജീപ്പേ കയറി മുകളിലേക്ക് പോവാണ്. സാധാരണ ഇവിടെ ജീപ്പിന് ക്യൂ നിന്ന് ഒരുപാട് സമയമൊക്കെ എടുത്തിട്ടാണ് ചിലപ്പോൾ കയറി പോകേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് പാസ് എടുത്ത് ജീപ്പിൽ തന്നെ കയറി പോകണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പ്രവേശന ഫീസ് അടച്ചിട്ട് നടന്നു വേണം മുകളിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഈ പെരുമഴയത്ത് ഏതായാലും നടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ജീപ്പിൽ പോകുന്നത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഏതായാലും ജീപ്പ് നിറയാൻ കാത്തിരിക്കാതെ ഉള്ള ആൾക്കാരെയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴും നടന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. പണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് ഇതിൻ്റെ മുകളിൽ വരെ പോകാൻ പറ്റുമായിരുന്നു. മുകളിൽ സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടും തിരക്കൊക്കെ കൂടിയപ്പോഴത്തേക്കും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് DTPC താഴെ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് അത് പാർക്കിംഗ് യാർഡൊക്കെ ആക്കി മാറ്റിയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കുറേ ഹെയർ പിൻ വളമൊക്കെ കയറിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ആ മല കണ്ടോ, നമ്മളൊരു 2-3 എപ്പിസോഡ് മുന്നേ ഇട്ടിരുന്ന നല്ല തന്നെ വ്യൂ പോയിൻ്റ് ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മല കാണുന്ന പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇല്ലിക്കല്ലും കാണാൻ പറ്റും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ജീപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെത്താൻ പറ്റും. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു കയറി വേണം ഇല്ലിക്കല്ലിൻ്റെ ആ ഒരു വ്യൂ ഉള്ള ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല കാറ്റും മഴയാണ്, അതുപോലെ നല്ല തണുപ്പുമാണ്. തണുപ്പ് കാരണം നമുക്ക് നിൽക്കാൻ മേലാത്ത രീതിയിലുള്ള തണുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മഴയും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല വിറയ്ക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഏതായാലും ഉള്ളത്. പെരുമഴയായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചില ചായക്കടകളൊക്കെ കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. നല്ല തണുപ്പും പെരുമഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു ക്ഷീണം ഒട്ടും അറിയാനില്ല. കൊടും തണുപ്പത്ത് ഇവിടെ ഐസ്ക്രീം കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഏതായാലും ഇവിടെ കുറേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്.
നമ്മൾ ഇതുവരെ കണ്ട ഒരു ഇല്ലിക്കക്കല്ലിൻ്റെ മുഖമല്ല ഇപ്പോൾ കാണുന്നത്. വളരെ ഭീകരമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാറ്റും ഒച്ചയും മഴയൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് ഇല്ലിക്കക്കല്ല് ശരിക്കും ഒന്ന് തെളിഞ്ഞ് കാണാറായത്. ഇതുവരെ ഇവിടെ കംപ്ലീറ്റ് കോട കയറിയിട്ട് മൂടിക്കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മഴ കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. മഴ കുറഞ്ഞിട്ട് പയ്യെ മുകളിലേക്ക് നടന്നു പോകാനായിട്ടായിരുന്നു പ്ലാൻ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നടപ്പുവഴിയൊക്കെ നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ പോകുന്ന ഈ ഒരു വഴി ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. ചുറ്റിനും നല്ല സ്ട്രോങ് ആയിട്ട് ബാരിക്കേഡൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പഴയ പോലത്തെ റിസ്ക്കുകളൊന്നും ഇപ്പോൾ ഇല്ല. പണ്ട് കാലത്ത് ഇതിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ഒറ്റയടിയുള്ള വഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മഞ്ഞ് കയറി മൂടിക്കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്ക് വീഴാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴും ടൂറിസം ഏറ്റെടുത്ത് ഇത് നല്ല അടിപൊളിയായിട്ട് സേഫാക്കി നിർത്തിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇതിൻ്റെ വക്കത്ത് വന്നിട്ട് താഴേക്ക് വീണിട്ടൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു മല കയറി ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ കിട്ടുന്ന ഈ ഒരു കാഴ്ച, ഇതിനു വേണ്ടി ഇവിടെ എത്ര തവണ വന്നാലും ഒരു നഷ്ടമില്ലെന്നാണ് പറയാനുള്ളത്. കാര്യം അതുപോലത്തെ വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് മുന്നിലുള്ളപ്പോഴും മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്. കാര്യം അത്രയ്ക്കും പേടിപ്പെടുത്തുന്ന ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സെക്കൻഡുകൾ കൊണ്ട് കാലാവസ്ഥ മാറി മറിയുന്ന പ്രകൃതിയുടെ ഒരു മാജിക്ക് ശരിക്കും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കുറച്ചു നേരത്തേക്ക് മഴ നിന്നപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങി. അപ്പം ഇതാ വീണ്ടും മുൻപ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ മുകളിൽ അങ്ങനെ അധികമായിട്ട് വന്നിട്ടില്ല. ചെറിയ മഴയൊക്കെ നനഞ്ഞ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിലും ഇതുമാതിരി കാലാവസ്ഥ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഇത്രയും ശക്തിയായിട്ട് മഴ പെയ്യുന്ന ഈ ഒരു സമയത്തൊക്കെ ഇതുപോലത്തെ മലമുകളിലേക്ക് പോകുന്നതൊക്കെ വളരെയധികം ഡേഞ്ചർ അല്ലേ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ അവരോട് നമുക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. നമുക്ക് റിസ്ക് ഒക്കെ എടുത്ത് പോകുമ്പോഴാണ് ഇതുപോലത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചകളും ഭംഗിയൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു പരിധിവരെയൊക്കെ നമ്മൾ സേഫ് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് യാത്രകളൊക്കെയും ചെയ്യുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളോട് എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഒത്തിരി സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ അലർട്ടും നിരോധനങ്ങളും ഒക്കെ ഉള്ള സമയത്തൊക്കെ നമ്മളും അതുപോലെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാറാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ ശരിക്കും മഴയുണ്ടെങ്കിൽ അത്ര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കണ്ടീഷനൊന്നുമല്ല. അപ്പോൾ ഈ ഒരു കാഴ്ചകളും അതിൻ്റെ ഓർമ്മകളും ഒക്കെയാണ് നമ്മുടെ കയ്യിലൊക്കെയുള്ള ആകെപ്പാടെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. ഈ ഒരു മൺസൂൺ എപ്പിസോഡ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് റിസ്ക്കുകളൊക്കെ എടുത്തിട്ടാണ് യാത്രകൾ ചെയ്ത് ഈ വീഡിയോസൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള പോലെയുള്ള സപ്പോർട്ട് ഇനിയും മുന്നോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. കൂടുതൽ ഇതുപോലത്തെ ട്രാവൽ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.